ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് നമ്മുടെ ചാനലിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ്. ചാനൽ തുടങ്ങി കുറേ മാസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ കുറേ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ആദ്യമായി അപ്ലോഡ് ചെയ്ത കുറച്ച് വീഡിയോസിലെ കുറേ ഇഷ്യൂസ് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. അങ്ങനെ പലരും ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഡിലീറ്റ് ചെയ്യാറുണ്ട്. ഇത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ചാനൽ തുടങ്ങുന്ന സമയത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസിൽ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആയിരിക്കുകയില്ല, അല്ലെങ്കിൽ ഓഡിയോ ക്ലാരിറ്റി ക്ലിയർ ആയിരിക്കുകയില്ല. ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് എല്ലാം നമുക്ക് ആദ്യം അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസിലെല്ലാം കാണാം. അതിനാൽ പലരും ഇത് ഡിലീറ്റ് ചെയ്യാറുണ്ട്. അതുമല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും വീഡിയോയ്ക്ക് ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ സ്ട്രൈക്ക് എല്ലാം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചാനലിൽ നിന്ന് കുറേ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യുന്നത് നമ്മുടെ ചാനലിന് ദോഷമാണ്. ഒരുപാട് വീഡിയോസ് ചേർന്നതാണ് നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യുക വഴി നമ്മുടെ ചാനലിൻ്റെ വാച്ച് ടൈം നഷ്ടമാവുകയും അതിലുപരി നമ്മുടെ ചാനലിൻ്റെ റേറ്റിങ്ങിനെയും ഇത് ബാധിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിൽ നമ്മുടെ വീഡിയോസ് എല്ലാം സജസ്റ്റ് ചെയ്യുന്നത് തന്നെ നമുക്ക് നഷ്ടമായേക്കാം. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യേണ്ടത് എന്ന് നോക്കാം. നമുക്ക് ഇഷ്ടമില്ലാത്ത വീഡിയോസ് നമുക്ക് പ്രൈവറ്റ് അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ആക്കി വയ്ക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുകയില്ല. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ റേറ്റിംഗ് അല്ലെങ്കിൽ വാച്ച് ടൈം നഷ്ടമാവുകയുമില്ല. അതുപോലെ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം ആ കോപ്പിറൈറ്റ് ഇഷ്യൂ സോൾവ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കുക. അതുപോലെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയ്ക്ക് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് എല്ലാം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വീഡിയോ നമുക്ക് പ്രൈവറ്റ് അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ആക്കി വയ്ക്കാം. അപ്പോൾ ആ വീഡിയോ മറ്റാർക്കും തന്നെ കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് ഒരിക്കലും നിങ്ങൾ പ്രൈവറ്റ് അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ആക്കി വയ്ക്കാതിരിക്കുക. കാരണം മോണിറ്റൈസ് അല്ലാത്ത ചാനലിൽ മോണിറ്റൈസേഷന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൈവറ്റ് അല്ലെങ്കിൽ അൺലിസ്റ്റഡ് വീഡിയോസ് എല്ലാം തന്നെ യൂട്യൂബ് റിവ്യൂ ചെയ്യുന്നതാണ്. എന്നാൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ വീഡിയോസ് എല്ലാം തന്നെ അൺലിസ്റ്റഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി വയ്ക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. താങ്ക്